പോപ്പുലേഷൻ ആണോ ഈ ഡീലിമിറ്റേഷൻ്റെ മാനദണ്ഡം? ഭരണഘടന നിലവിൽ അത് വെച്ചാണ് പോകുന്നത്. അപ്പോൾ ഇത് കുറേ കൂടി വ്യാപ്തിയുള്ള ആഴത്തിലുള്ളൊരു ഡിസ്കഷനിലേക്ക് പോകേണ്ടതുണ്ടോ? അജിംസ, നോക്കൂ, നമ്മുടെ ഈ ചർച്ചയുടെ ആരംഭത്തിൽ തന്നെ ഞാൻ ഉന്നയിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഞാൻ അഭിഭാഷകൻ എന്നുള്ള നിലയിലോ അല്ല പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലോ CPIMന്റെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന പ്രതിനിധി എന്നുള്ള നിലയിലോ മാത്രമല്ല, ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് വിധേയമായി ജീവിക്കുന്ന ഒരു പൗരനെന്നുള്ള നിലയിൽ കൂടി ഞാൻ ഉന്നയിച്ച കുറേ വിഷയങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ സമൂലവും സമഗ്രവുമായിട്ടുള്ള പരിഷ്കരണത്തെ സംബന്ധിച്ചുള്ള വിശദമായ ചർച്ച നടക്കണം. അങ്ങനെ ചർച്ച നടക്കണമെന്ന് പറയുന്ന ഇപ്പോൾ മാത്രമല്ല, നമ്മുടെ തലമുറയിൽപ്പെട്ട് താങ്കൾ ഉൾപ്പെടെ നമ്മൾ 4 പേര് ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ വലിയ പ്രായത്തിൽ വലിയ വ്യത്യാസമൊന്നുമില്ലല്ലോ. ഞാനായിരിക്കും കുറച്ച് പ്രായം കൂടുതലെങ്കിലും ഞാൻ ഈ കാര്യത്തിൽ പറയട്ടെ. ശ്രീ LK അദ്വാനി, യശസ്വരീയനായ ശ്രീ LK അദ്വാനിക്ക് മുമ്പ് AB വാജ്പേയി, യശസ്വരീയനായ ശ്രീ AB വാജ്പേയി, ഇപ്പോൾ BJPയുടെ മുതിർന്ന നേതാവ് ആയിട്ടുള്ള LK അദ്വാനി ഉൾപ്പെടെയുള്ള ആ തലമുറയിൽപ്പെട്ടവർ, അതുപോലെ തന്നെ EMS നമ്പൂതിരിപ്പാട്, അങ്ങനെയുള്ളവരുടെ ഒരു നിര. ഞാൻ യശസ്വരീയനായ AB വാജ്പേയിയെ കുറിച്ച് തന്നെ പറയാൻ കാരണം, അന്ന് അദ്ദേഹം പ്രതിപക്ഷത്തായിരുന്നു. അദ്ദേഹം ആ കാര്യത്തെ സംബന്ധിച്ച് ഉന്നയിച്ചൊരു കാര്യമുണ്ട്. ശ്രീ LK അദ്വാനി ഇക്കാര്യത്തെ സംബന്ധിച്ച് പിന്നീട് ഇത് ബന്ധപ്പെട്ട് ഞാനിപ്പോൾ അദ്ദേഹം കൂടിയുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ അംഗമായിരുന്ന ആളെന്നുള്ള കൂടി നിലയിലാണ് ഞാൻ പറയുന്നത്. അന്ന് ആ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ പിന്നീട് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതിയായിട്ടുള്ള ശ്രീ വെങ്കയ്യ നായിഡു ആയിരുന്നു. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യത്തിന് ഞാൻ ആവർത്തിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഇവിടെ ജനസംഖ്യ എന്നുള്ളത് 1971 കാനേഷുമാരി കണക്കെടുപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ ഇപ്പോഴത്തെ ഡീലിമിറ്റേഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യുവൻസീസ് ഉള്ളത്. ഇനി അജിംസ് ചോദിച്ചൊരു കാര്യത്തിൽ നേരത്തെ പറയുകയുണ്ടായി, CPIM ഈ ജമ്മു കാശ്മീരിൻ്റെ കാര്യത്തിൽ 2021 ഡിസംബർ 21 CPIMന്റെ പോളിറ്റ് ബ്യൂറോയുടെ ഒരു പ്രസ് റിലീസ് ഞാൻ വായിക്കാം. ദി റെക്കമെൻഡേഷൻസ് ഓഫ് ദ ജമ്മു ആൻഡ് കാശ്മീർ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ആർ പാറ്റന്റ്ലി അൺജസ്റ്റിഫൈഡ് ആൻഡ് ഇല്ലോജിക്കൽ. 2, ജമ്മു കാശ്മീരിനെ സംബന്ധിച്ച് തന്നെ CPIM ഡെലിഗേഷൻ മീറ്റ്സ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. എ CPIM ഡെലിഗേഷൻ ലെഡ് ബൈ ഇറ്റ്സ് സെക്രട്ടറി ഗുലാം നബി മാലിക് ഓൺ July 6 കോൾഡ് ഓൺ ദ വിസിറ്റിംഗ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഇൻ ശ്രീനഗർ. അടുത്ത് ഞാൻ നേരത്തെ പറഞ്ഞതായിട്ടുള്ള മുഹമ്മദ് യൂസഫ് തരിഗാമി 2023 13-ാം തീയതി ഫെബ്രുവരി മാസത്തിൽ അദ്ദേഹത്തിൻ്റെതായ പ്രസ്താവന, ഡിസപ്പോയിൻമെന്റ് ഫോർ പീപ്പിൾ, CPIM തരിഗാമി ഓൺ സുപ്രീം കോടതി ഈ ഹർജികൾ തള്ളിയതിനെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞതാണ്. അത് നിരാശാജനകം എന്നുള്ള നിലയിലേക്ക് CPIM ഇതിനെ സംബന്ധിച്ച് വ്യക്തമായൊരു നിലപാട് എടുത്തിട്ടുണ്ട്.